ഇവർ വിവാഹിതരായാൽ എന്ന പുതിയ സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വ്യത്യസ്ത സ്വഭാവക്കാരായ ഭൂമിജയും അജയും തമ്മിൽ കണ്ടുമുട്ടുന്നിടത്താണ് ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത്. ക്ഷേത്രത്തിലേക്കുള്ള യാത്രക്കിടയിലും പിന്നീട് ക്ഷേത്രത്തിൽ വെച്ചും അജയും ഭൂമിജയും തമ്മിൽ ഉടക്കാവുകയാണ്. ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷ്ടിക്കാനെത്തിയ തീവ്രവാദികളെ അജയും ഭൂമിജയും നേരിടുകയും അതിനിടയിൽ ഭൂമിജയ്ക്ക് പരിക്കേൽക്കുന്നുമുണ്ട്. ബോധം കെട്ടുകിടക്കുന്ന ഭൂമിജ തന്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഒരു സ്വപ്നം കാണുന്നു. തനിക്ക് നഷ്ടപ്പെട്ട സഹോദരിയെക്കുറിച്ചുള്ള സൂചനകൾ ആ സ്വപ്നത്തിൽ അവൾ കാണുന്നുണ്ട്. താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് മാതാപിതാക്കളായ അച്യുതനോടും അംബികയോടും പറയുകയാ ഭൂമിജ. അത് കേട്ട് അവരും ആശങ്കയിലാവുകയാ. സൗഭാഗ്യപുരം തറവാട്ടിൽ അജയ് തിരിച്ചെത്തുമ്പോൾ തന്റെ ജോലിയിലെ സത്യസന്ധതയെക്കുറിച്ചും അത് കുടുംബത്തിനുണ്ടാക്കുന്ന ഭീഷണിയെക്കുറിച്ചും അജയിന്റെ അച്ഛനും അമ്മയും ആശങ്കപ്പെടുന്നുണ്ട്. വലിയ അമ്മാവനാണ് തന്റെ റോൾ മോഡൽ എന്ന് അജയ് പറയേ അദ്ദേഹത്തിന്റെ ചെയ്തികളെ കുറ്റപ്പെടുത്തിയുള്ള അപ്പച്ചി ഭവാനിയുടെ പരാമർശങ്ങൾ കുടുംബത്തിൽ കൂടുതൽ തർക്കങ്ങൾക്ക് വഴിയൊരുക്കുകയാണ്. അജയ് പുതിയ പോലീസ് സ്റ്റേഷനിൽ CI ആയി ചുമതലയേൽക്കുന്നതും അവിടെ ടീ ഷോപ്പ് നടത്തുന്ന ഭൂമിജയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുമൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. ഭൂമിജ തന്റെ ടീ ഷോപ്പിനരികിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ സ്റ്റേഷന്റെ മുറ്റത്ത് പോലീസുകാരെല്ലാം പുതിയ CI ആയി ചുമതലയേൽക്കുന്ന അജയിനെ വരവേൽക്കാനായി റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. ആ കാഴ്ച കണ്ട് ഭൂമിജ സന്തോഷത്തോടെ അങ്ങോട്ട് ചെന്ന് എനിക്കറിയാമായിരുന്നു എനിക്കിന്നിവിടെ ഒരു സ്വീകരണം ഉണ്ടായിരിക്കുമെന്ന്. സ്വർണ്ണക്കൊള്ള പിടിച്ചതിനെ എന്ന് പറഞ്ഞ് ഒരു പോലീസുകാരിയുടെ കയ്യിലുള്ള പൂച്ചെണ്ട് നോക്കി തന്നോളൂ എന്ന് പറഞ്ഞ് കൈ നീട്ടുമ്പോഴേക്കും അതേ ഭൂമി തരാൻ പറ്റിയ ആള് വരുന്നുണ്ട്, ഒന്ന് കരുതിയിരുന്നു എന്ന് ഒരു പോലീസുകാരനും പറയുന്നുണ്ട്. ആര്? ആ പുതിയ CIയോ? ആരത് എന്നവൾ ചോദിക്കേ അതൊരു സസ്പെൻസ് ആയിരിക്കട്ടെ, കാണുമ്പോ മനസ്സിലാവുമെന്ന് പോലീസുകാരൻ പറയേ കരടിയാ എന്ന് വേറൊരു പോലീസുകാരനും വിളിച്ചു പറയുകയോ. കാടടച്ചു വാഴുന്ന ആള് എന്നൊരു വനിതാ പോലീസും വിളിച്ചു പറയേ വരട്ടെ, ദേ എന്റെ കസ്റ്റമേഴ്സ് വന്ന് നിൽക്കുന്നു, പിന്നെ വരുന്ന സിയോട് എന്നെ കുറിച്ചൊന്ന് പറഞ്ഞു വെച്ചോ, എന്നോട് വെറുതെ മുട്ടാൻ വരണ്ടാന്ന്. ഒരു CI ചായക്കടക്കാരിയുടെ മുന്നിൽ അടിതെറ്റി വീഴുന്നത് നിങ്ങൾക്കൊക്കെ നാണക്കേടല്ലേ? അപ്പൊ ശരിയെന്ന് പറഞ്ഞ് അവൾ തന്റെ ടീ ഷോപ്പിലേക്ക് നടന്ന് അവളെ വെയിറ്റ് ചെയ്യുന്ന നാട്ടുകാരെയെല്ലാം വിഷ് ചെയ്ത് തന്റെ ടീ ഷോപ്പ് തുറന്ന് അവിടെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് അവൾ കടയെല്ലാം ഒതുക്കി അടുക്കി വെച്ച് പലഹാരങ്ങളെല്ലാം ചില്ലലമാരയിൽ നിരത്തുകയാണ്. അവിടെ പുതിയ പോലീസ് സ്റ്റേഷനിലേക്കുള്ള യാത്രക്കിടയിൽ വഴിയരികിലെ ഒരു കടയിൽ നിന്ന് ലൈം കുടിക്കുകയായിരുന്നു അജയ്. അപ്പോഴാണ് ഒരു വണ്ടി വന്ന് റോഡിൽ നിർത്തുന്നത്. ആ വണ്ടി ശ്രദ്ധിച്ച് ഈ വണ്ടി കുറെ നേരമായല്ലോ എന്നെ ഫോളോ ചെയ്യുന്നു എന്ന് സംശയത്തോടെ പറഞ്ഞവൻ ആ വണ്ടിയുടെ അരികിലേക്ക് ഓടുന്നുണ്ടെങ്കിലും ആ വണ്ടി പെട്ടെന്ന് ഓടിച്ചു പോവുകയാണ്. അജയും തന്റെ ബുള്ളറ്റും എടുത്ത് ആ വണ്ടിയെ പിന്തുടരുന്നുണ്ട്. ആ വണ്ടിയെ പിന്തുടർന്ന് ചേസ് ചെയ്ത് നിർത്തി അവൻ ഇറങ്ങി ചെല്ലുമ്പോഴേക്കും അതിൽ നിന്നിറങ്ങിയ ആൾ ഒരു പുഞ്ചിരിയോടെ അവനെ നോക്കി നിൽപ്പാ. അവൻ സന്തോഷത്തോടെ അദ്ദേഹത്തെ നോക്കി സല്യൂട്ട് അടിച്ച് വല്യമ്മാവൻ എന്ന് പറഞ്ഞ് ഒരു പുഞ്ചിരിയോടെ അദ്ദേഹത്തെ ചെന്ന് ചേർത്ത് പിടിക്കുക. എന്നെ കാണാതെ നീ രക്ഷപ്പെടുമായിരുന്നോ? എന്റെ അനന്തരവൻ എവിടെ ഒളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും എന്ന് അദ്ദേഹം അവനോടായി പറയേ അമ്മാവൻ ടൂറിലാണെന്ന് അമ്മ പറഞ്ഞു. ഓ, എന്നെ ഇടിച്ച് റോഡിലിടാനായിരുന്നു പ്ലാൻ അല്ലേ എന്നവൻ ചോദിക്കുന്നുണ്ട്. നിന്നെയോ? നീ കരുത്തനായ ഒരു പോലീസ് ഓഫീസർ അല്ലേ എന്നവൻ സന്തോഷത്തോടെ ചോദിക്കേ അമ്മാവനാണ് എന്റെ ഇൻസ്പിറേഷൻ എന്നവനും ഇന്ന് പുതിയ പോലീസ് സ്റ്റേഷനിൽ ജോയിൻ ചെയ്യുകയല്ലേ, ഒരു സീനിയർ റിട്ടയർഡ് ഓഫീസറുടെ ഉപദേശം എന്തെങ്കിലും വേണോ എന്നമ്മവൻ ചോദിക്കേ വേണമെന്ന് അജയും. ഇത് പബ്ലിക് റോഡാ, അല്പസമയത്തിനകം പ്രതീക്ഷിക്കാം. നമ്മുടെ യൂണിഫോമിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് രണ്ട് മെയിൻ ഘടകങ്ങളാണ്, പണവും പൊളിറ്റിക്കൽ ഗ്ലാമറും. ഒരു പോലീസ് ഓഫീസറുടെ കറേജ് എന്ന് പറയുന്നത് ആളുകളെ ഇടിക്കുന്നതല്ല. എല്ലാവരും ഒരു വിഷയത്തിൽ നിശബ്ദരായി നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് ആ നിശബ്ദതയെ ഭേദിക്കണം എന്ന് അമ്മാവൻ പറഞ്ഞു നിർത്തേ. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറിറങ്ങുന്നതെന്ന് അജയും. അത് നിന്റെ ക്രെഡിറ്റ് ആണ്. ദ ലോ ഈസ് നെവർ വീക്ക്. ഇത്ര മതി തൽക്കാലം, ഞാൻ നിന്റെ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് എന്നമ്മാവൻ പറഞ്ഞു നിർത്തുമ്പോഴേക്കും അജയും അമ്മാവന്റെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങുകയാണ്. അമ്മാവനും ഒരു പുഞ്ചിരിയോടെ ബെസ്റ്റ് വിഷസ് എന്ന് പറയേ അമ്മാവൻ എങ്ങോട്ടാ എന്നവൻ ചോദിക്കുന്നുണ്ട്. എനിക്ക് അമ്മയെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് അവനോട് യാത്ര പറഞ്ഞ് നീങ്ങുകയാ വല്യമ്മാവൻ. അവിടെ തന്റെ ചായക്കടയിൽ ചായ കുടിക്കാനെത്തിയ നാട്ടുകാരുമായി സൗഹൃദ സംഭാഷണത്തിലാ ഭൂമിജ. അപ്പോ ഈ മാസവും ഉമ്മയുടെ ജീവനാംശം കിട്ടിയിട്ടില്ല അല്ലേ എന്നവൾ ചോദിക്കേ ഇല്ല മോളെ എന്നാ ഉമ്മയും. നമുക്കേ അതിനെതിരെ ഒരു പരാതി കൊടുക്കാം എന്ന് ഭൂമിജ പറയെ കൊടുക്കാമെന്ന് ഉമ്മയും സമ്മതിക്കുകയാണ്. അവൾ ആ കസേരയിലേക്ക് ഇരുന്ന് മാത്യു ചേട്ടാ, മക്കളെ വിദേശത്തു നിന്ന് നാട്ടിലെത്തിച്ച് ചേട്ടന്റെ കാര്യങ്ങൾ നോക്കാൻ വകുപ്പുണ്ട് എന്ന് പറയേ വേണ്ട വേണ്ട, അവരവിടെ സുഖമായിട്ട് കഴിയട്ടെ, എനിക്കവരെ കാണണമെന്ന് പോലും താല്പര്യമില്ലെന്ന് മാത്യു ചേട്ടനും. അപ്പുറത്തെ ടേബിളിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ശിവനോടും ദാസനോടും ശിവന്റെയും ദാസന്റെയും സ്ഥിരം ഐറ്റമാണല്ലോ സസ്പെൻഷൻ കോഫിയും എൻകൗണ്ടർ ബജിയും എന്നവൾ വിളിച്ച് ചോദിക്കേ അത് കുടിച്ചാൽ ഞങ്ങൾ ഉണരുമെന്നവരും. അല്ല, ഏതെങ്കിലും പ്രൊജക്റ്റ് ആയോ എന്നവൾ പറയേ മമ്മൂക്ക കഥ കേൾക്കാമെന്ന് പറഞ്ഞു ഭൂമി എന്നവർ പറയുന്നത് കേൾക്കെ സന്തോഷത്തോടെ മമ്മൂക്കെ പുതിയ ആളുകളെ കണ്ടെത്തുന്നയാളാ, അപ്പൊ നടക്കുമെന്ന് അവളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
പിന്നീട് പാർട്ടി നേതാവിന്റെ കാർ പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് വന്ന് നിൽക്കുകയാണ്. അതിന്ന് പാർട്ടിയുടെ നേതാവ് ഇറങ്ങി വരുമ്പോഴേക്കും എന്താ നേതാവേ എന്നൊരു പോലീസുകാരനും ചോദിക്കുന്നുണ്ട്. എന്താന്നറിയില്ലേ നിനക്ക്? എന്റെ പാർട്ടിയിലെ പിള്ളേരെയാ നീയൊക്കെ പിടിച്ചകത്തിട്ടിരിക്കുന്നത്. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇറക്കിവിടാൻ. ഭരണകക്ഷിയെ എതിർക്കാനുള്ള വാല് മുളച്ചോ, മുളയിലെ നുള്ളിക്കോ, ഇല്ലെങ്കിൽ വല്ലണ്ട് നീറും എന്നയാൾ ഭീഷണിപ്പെടുത്തേ. ഇന്ന് ജോയിൻ ചെയ്യാൻ പോകുന്ന CI സാറാ നേരിട്ട് അവരെ അറസ്റ്റ് ചെയ്തത് എന്നാ പോലീസുകാരൻ പറയേ. അവൻ എന്താടാ ലോക നീതിമാനോ? മാറി നിക്കടാ എന്ന് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് കയറി പോവാൻ തുടങ്ങുന്ന നേതാവിനെയും കൂട്ടരെയും പോലീസുകാർ തടയാനായി ശ്രമിക്കുന്നുണ്ട്. ചായക്കടയിൽ നിന്ന് ഭൂമിജയും അതും ശ്രദ്ധിച്ചു നിൽപ്പാ. പിന്നീട് പോലീസുകാരെല്ലാം തള്ളിമാറ്റി ആ നേതാവ് പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറി പോവുകയാണ്. SIയും അയാളുടെ കൂടെ കയറി ചെന്ന് ഒന്ന് നീക്ക് നേതാവേ, അവർ 4 പേരും സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളാണ് എന്ന് പറയേ ലോക്കപ്പിൽ കിടക്കുന്ന ആ ഗുണ്ടകളും നേതാവേ ഈ ചെറ്റയാ ഞങ്ങളെ അറസ്റ്റ് ചെയ്തത് എന്ന് വിളിച്ചു പറയുന്നുണ്ട്. നേതാവും ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് തനിക്ക് അറിവുള്ളതല്ലേ, ഞങ്ങളുടെ ഇടയിലെ കേസ് ഞങ്ങൾ ഡീൽ ചെയ്യും, പാർട്ടി ഘടകം അന്വേഷിക്കും, ശിക്ഷ വേണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും, ഇറക്കി വിടറ അവരെ, ലോക്കപ്പിന്റെ കീ ഇങ്ങതാ ഞാൻ തുറക്കാം എന്നയാൾ പറയേ. നേതാവേ അവന്റെ പോക്കറ്റിലാ താക്കോല് എന്ന് ലോക്കപ്പിൽ കിടക്കുന്നൊരുത്തൻ വിളിച്ചു പറയുന്നുണ്ട്. അത് കേൾക്കെ അവന്റെ കയ്യിൽ നിന്ന് കീ പിടിച്ചു വാങ്ങി ആ ലോക്കപ്പ് തുറന്ന് അവരെ പുറത്തിറക്കുകയാ നേതാവ്. പിന്നീട് SIയുടെ അരികിലേക്ക് ചെന്ന് ഈ സ്റ്റേഷനിൽ വരുന്നവനില്ലേ അവനോട് എന്നെ വന്ന് കാണാൻ പറയണം, അല്ലെങ്കിൽ അവൻ ഇവിടെ വാഴില്ല, വാട എന്ന് കൂടെയുള്ളവരെ എല്ലാം വിളിച്ച് പോവാൻ തുടങ്ങുമ്പോഴേക്കും നെഞ്ചത്തൊരു ചവിട്ടുകൊണ്ട് അവൻ മറിഞ്ഞു വീഴുകയാ. അങ്ങോട്ടെത്തിയ അജയ് കാലുകൊണ്ടവനെ ചവിട്ടി വീഴ്ത്തിയതായിരുന്നു. അയാൾ ലോക്കപ്പിൽ നിറക്കിയ ആ 4 പേരെയും അജയ് വീണ്ടും സെല്ലിലേക്ക് ഇടുമ്പോഴേക്കും എന്തുവാടോ താനീ കാണിക്കുന്നത് എന്ന് നേതാവിന്റെ കൂടെയുള്ളയാളും അജയോടായി ചോദിക്കുക. അവന്റെ മുഖം അടച്ചൊന്നു കൊടുത്ത് നിനക്കും ഒപ്പം കയറണോടാ ലോക്കപ്പിലെ, ഇറങ്ങടാ എന്ന് പറഞ്ഞൊരു തള്ളു വെച്ചു കൊടുക്കുന്നുണ്ട് അജയ്. നേതാവും അജയുടെ നേരെ ചെന്ന് ഡാ നിനക്ക് ഞാൻ ആരാണെന്നറിയാമോ എന്ന് ചോദിക്കെ അജയും ഒരു നിമിഷം തിരിഞ്ഞു നിന്ന് അവന്റെ നേരെ തിരിഞ്ഞ് കാലുകൊണ്ട് ആഞ്ഞു ചവിട്ടുമ്പോഴേക്കും അയാളും സെല്ലിനുള്ളിലേക്ക് വീഴുകയാ. ആ 4 പേരുടെയും കൂടെ നേതാവിനെയും കൂടി അകത്താക്കി അജയ് ആ സെല്ല് ലോക്ക് ചെയ്ത് നീങ്ങുമ്പോഴേക്കും ഡാ എനിക്കൊരു ഫോൺ കോൾ മതി, നിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കുമെന്ന് നേതാവും വിളിച്ചു പറയുന്നുണ്ട്. വിളിക്ക്, തെറിപ്പിക്ക്, തെറിച്ചു തന്നെയാടാ ഞാൻ ഇവിടെ എത്തിയത്. ഈ കേസിൽ നീയൊക്കെ വിവരമറിയും. പാവപ്പെട്ടവന്റെ പോക്കറ്റിൽ നിന്ന് ടാക്സ് ഇനത്തിൽ വാങ്ങുന്ന പണം നിന്റെയൊക്കെ കുടുംബത്തിന് സൂഹിക്കാൻ വേണ്ടി മോഷ്ടിച്ച് ശീലിച്ച നിനക്കൊക്കെ മോഷണമേ അറിയൂ. പാവപ്പെട്ടവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്നവര് എന്ന് അജയും പറയുന്നുണ്ട്. ഇതിവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല എന്നാ നേതാവ് വെല്ലുവിളിക്കേ. വേണ്ടടാ അവസാനിപ്പിക്കണ്ട, പക്ഷേ ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നിന്റെയൊക്കെ ഈ സമാന്തര സർക്കാർ കളി തീർന്നിരിക്കും എന്ന് ഭീഷണിപ്പെടുത്തി അജയ് തിരിയുമ്പോഴേക്കും അവിടെയുള്ള പോലീസുകാർ അവന് സല്യൂട്ട് അടിക്കുകയാണ്. അവനും തിരികെ സല്യൂട്ട് അടിച്ച് അവരുടെ അരികിലേക്ക് ചെന്ന് ഒരു പോലീസുകാരന്റെ കവിളത്ത് നോക്കി എന്താടോ ഈ കവിളത്തൊരു പാട് എന്ന് ചോദിച്ച് ആ പോലീസുകാരനെയും കൂട്ടി സെല്ലിനരികിലേക്ക് ചെന്ന് സെല്ല് തുറന്ന് ആ നേതാവിനെ പുറത്തിറക്കി. തല്ലില്ലെങ്കിൽ നിന്നെ ഞാൻ തല്ലുമെന്ന് ആ പോലീസുകാരനോട് പറയേ. അയാളും ആ നേതാവിന്റെ കരുണ താഞ്ഞടിക്കുകയാ. CI വീണ്ടും SIയുടെയും കൂട്ടരെയും അടികിലേക്ക് ചെന്ന് പോലീസ് സ്റ്റേഷനിൽ കയറി ഒരു സഹപ്രവർത്തനെ തല്ലിയപ്പോൾ വാലും ചുരുട്ടി നിങ്ങൾ നോക്കി നിന്നോ, നിനക്കൊക്കെ ഞാൻ ക്ഷൗരം ചെയ്യാനുള്ള ഒരു സെറ്റ് വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് വീണ്ടും നേതാവിന്റെ അരികിലേക്ക് ചെന്ന് വേണമെങ്കിൽ പോടാ എന്ന് പറയേ. അല്ല സാറേ പ്രതികള് എന്ന് അയാളും. പ്രതികളെ കോടതിയിൽ ഹാജരാക്കും, അപ്പൊ എന്താന്ന് വെച്ചാ ചെയ്തോ എന്ന് പറഞ്ഞ അജയ് CIയുടെ ക്യാബിനിലേക്ക് കയറി പോവുകയാണ്. പിന്നീട് ഭൂമിജയുടെ ചായക്കടയിലെത്തി ഒരു പോലീസുകാരൻ അവളോടായി അതേ നമ്മുടെ പുതിയ സർക്കിളിന് ഒരു ചായ വേണം എന്ന് പറയേ. ഓ പുലിയും കരടിയും ഒക്കെ വന്നോ എന്ന് അവളും ചോദിക്കുക. വന്നു എന്ന് അയാൾ പറയേ. അതിന്റെയാണ് ബഹളം കേട്ടതല്ലേ എന്ന് ചോദിച്ചവൾ ഒരു ചായ ഉണ്ടാക്കി ആ പോലീസുകാരന് കൊടുക്കുമ്പോഴേക്കും അയാൾ അതുമായി പോവുകയാണ്. പോയി വേഗത്തിൽ തന്നെ ആ പോലീസുകാരൻ തിരികെ എത്തി അതേ കടുപ്പം പോരാന്ന് എന്ന് പറയേ. ഭൂമിജ ആ ചായ എടുത്ത് വീണ്ടും കടുപ്പത്തിലാക്കി കടുപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. വീണ്ടും അയാൾ ആ ചായയുമായി തിരികെ വന്ന് പഞ്ചസാര കൂടിപ്പോയി എന്ന് പറയേ. അവൾ അതെടുത്ത് വീണ്ടും റെഡിയാക്കി പഞ്ചസാര മീഡിയം ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. വീണ്ടും അയാൾ ആ ചായയുമായി വന്ന് അവിടെ വെച്ച് പാലിന്റെ അളവ് കൂടിപ്പോയി എന്ന് പറയേ. അവൾ ആ ചായ എടുത്തൊന്ന് നോക്കി ബാലേട്ടൻ പോയിക്കോ, ഞാൻ നേരിട്ട് കൊടുക്കാമെന്ന് പറയുകയാണ്. അവിടെ തന്റെ ഓഫീസിലിരിക്കുന്ന അജയുടെ അടുത്തേക്ക് SI കയറി വന്ന് ഒരു ഫയൽ നൽകി. ഇതാണ് സാർ ആരോഗ്യമന്ത്രിയുടെ മകന്റെ തെളിയിക്കപ്പെടാത്ത കേസ്, സൂയിസൈഡ് എന്നെഴുതിയ ക്ലോസ് ചെയ്തത് എന്ന് പറയേ. മന്ത്രിയുടെ നിലപാട് കൊലപാതകമെന്ന ഞാനൊന്ന് നോക്കട്ടെ എന്ന് അജയ് പറയുമ്പോഴേക്കും ശരിയെന്ന് പറഞ്ഞ് ആ പോലീസുകാരനും പോവുകയാണ്. അജയ് വീണ്ടും ആ ഫയൽ തുറന്ന് നോക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു കോൾ വരുന്നത്. അവൻ ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും മനസ്സിലായോടോ ആരാന്ന് എന്ന് അപ്പുറത്തുനിന്ന് DIG ചോദിക്കേ. DIGയെ തിരിച്ചറിയാൻ ഈ ശബ്ദം മതിയാവും എന്ന് അജയും. വന്നു കയറി ഉടനെ തന്നെ ഭരണകക്ഷി ജില്ലാ സെക്രട്ടറിയുടെ നെഞ്ചത്തോട്ട് തന്നെ അങ്ങ് കയറി. അല്ലേ അയാൾ വിളിച്ചിരുന്നു, ഒരു ജനപ്രതിനിധിയോട് എങ്ങനെയാണോ ഇടപെടുന്നത് എന്ന് DIG ചോദിക്കെ. അയാള് ജനപ്രതിനിധിയല്ല, മന്ത്രിയോ MLAയോ എന്തിന് ഒരു വാർഡ് മെമ്പർ പോലുമല്ല എന്ന് അജയ് പറയേ. അവരെയൊക്കെ നിയന്ത്രിക്കുന്നത് അയാളാണെന്ന് സാറോ അത് ഞാൻ അറിയേണ്ടതില്ലല്ലോ എന്ന് അജയ് ചോദിക്കെ. പിന്നെ ആരറിയേണ്ടത് എന്ന് സാറെന്നെ ചോദ്യം ചെയ്യുകയാണോ
എന്ന് അജയ് ചോദിക്കേ അതെ എന്താ സാറിന് ബുദ്ധിമുട്ടായി? നേതാവിനെ താൻ ഉപദ്രവിച്ചതിന്റെ എക്സ്പ്ലനേഷൻ വേണ്ടിവരും എന്ന് സാർ പറയേ അത് തരാം സാർ. ദേവി ക്ഷേത്രത്തിൽ സ്വർണ്ണക്കൊള്ള നടത്താൻ ഈ നേതാവ് 4 കള്ളന്മാരെ നിയോഗിക്കുന്നു. പോലീസ് ആ കൊള്ളക്കാരെ പിടികൂടുകയും അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കുകയും ചെയ്തു. ആ പ്രതികളെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോകാൻ ഈ നേതാവ് ശ്രമിക്കുന്നു. കൊള്ള നടത്താൻ ശ്രമിച്ചത് സെക്ഷൻ 308. പ്രതികളെ ലോക്കപ്പിൽ നിന്ന് ഇറക്കാൻ നോക്കിയത് സെക്ഷൻ 225A. അയാളെ ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടതെന്ന് അജയ് ചോദിക്കുക. ഇത്തരം വലിയ കാര്യങ്ങളൊന്നും താൻ അന്വേഷിക്കണ്ട എന്ന് സാർ പറയേ ഈ സ്വർണ്ണവേട്ടയിൽ സാറിനും പങ്കുണ്ടോ എന്ന് അജയ് ചോദിക്കുക. എന്താടോ പറഞ്ഞത് എന്ന് ദേഷ്യത്തോടെ സാർ ചോദിക്കേ. ഈ കുറ്റത്തിന് എനിക്കൊരു സസ്പെൻഷൻ തന്നോളൂ, ഞാൻ റെഡിയാ എന്ന് പറഞ്ഞ് അജയ് കോൾ കട്ട് ചെയ്യുക. ദേഷ്യത്തോടെ അജയ് തന്റെ ചേറിൽ നിന്ന് എഴുന്നേറ്റ് ജനലിലൂടെ നോക്കി നിൽപ്പാ. ആ ജനലിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയായിരുന്നു ചായക്കടയും. അപ്പോഴേക്കും ഭൂമിജ 2-3 ചായയുമായി സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു. അവൾ അങ്ങോട്ട് ചെന്ന് അവിടെയുള്ള 2-3 സാറന്മാർക്ക് ചായ കൊടുക്കുമ്പോഴേക്കും എന്താ ഭൂമി എന്നൊരു പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്. ഇമ്പോസിഷൻ ചായ അടിക്കുന്നതിന്. അതെ, ഇതുവരെ ആരും എന്റെ ചായയെ കുറ്റം പറഞ്ഞിട്ടില്ല. ഇവിടെ പുതിയതായിട്ട് ചാർജ് എടുത്തത് ഷെഫാണോ എന്നവൾ ചോദിക്കേ. എന്തു പറ്റിയെന്ന് പോലീസുകാരനും. വന്നാള് പുലിയും സിംഹവും കരടിയും ഒക്കെ ആണല്ലോ. അതെ, ഈ പുലിയെ ഞാൻ എലിയാക്കി തരാം എന്ന് പറഞ്ഞ് ചായ എടുക്കുമ്പോഴേക്കും ചെല്ല് എന്ന് പോലീസുകാരനും പറയുന്നുണ്ട്. അവൾ ആ ചായയുമായി അജയന്റെ ക്യാബിനിലേക്ക് കയറുമ്പോഴേക്കും അദ്ദേഹം ജനലിലൂടെ പുറത്തേക്ക് നോക്കി പുറംതിരിഞ്ഞു നിൽപ്പായിരുന്നു. അതുകൊണ്ട് അവളും ഹലോ നിങ്ങൾ തന്നെയാ, ഇതെന്താ ചെവി കിട്ടൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ഷട്ടപ്പ് എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് അജയും തിരിയുകയാ. അവന്റെ മുഖം കണ്ട് അവളും ഒരു ഞെട്ടലോടെ നോക്കി നിന്ന് ഇയാൾ CI ആയിരുന്നു എന്ന് പറഞ്ഞ് പരിഭ്രമത്തോടെ നോക്കി നിൽക്കെ താനോ എന്ന് അജയും ചോദിക്കുന്നുണ്ട്. ആരോട് ചോദിച്ചിട്ടാ നീ ഇതിനകത്ത് കയറിയത് എന്ന് അവളുടെ അരികിലേക്ക് ചെന്ന് അജയ് ചോദിക്കേ. അവളും പരിഭ്രമത്തോടെ നോക്കി നിൽപ്പാ. ഗെറ്റ് ഔട്ട് എന്നവൻ ഒച്ച വെക്കുമ്പോഴേക്കും ഒരു ഞെട്ടലോടെ അവളുടെ കയ്യിലെ ചായ തുളുമ്പി അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് വീണ് ചായ ഗ്ലാസ് താഴേക്ക് വീഴുകയാണ്. ആകെ പരിഭ്രമത്തോടെ നോക്കി നിൽക്കുന്ന ഭൂമിജയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഭൂമിജയോട് അവളുടെ ചായക്കട അവിടുന്ന് മാറ്റാനായി അജയ് ആവശ്യപ്പെടുന്നതും അജയുടെ വല്യമ്മാവൻ തന്റെ നഷ്ടപ്പെട്ടു പോയ മകളെ കുറിച്ചോർത്ത് സങ്കടപ്പെടുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.